ഇന്ന് നമ്മൾ കുറച്ച് നാട്ടിലെ പ്രകൃതി സൗന്ദര്യമാണ് കാണിക്കാൻ പോകുന്നത്. ഈ പത്തനംതിട്ട ജില്ലയും ആലപ്പുഴ ജില്ലയും അതിർത്തി പങ്കിടുന്ന മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ് കുടശനാട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയാണ്. ചെറിയ ഒരു പാലം കണ്ടില്ലേ, അതിനപ്പുറത്തെ സൈഡാണ് ആലപ്പുഴ. ഇതാ കണ്ടില്ലേ, ചെമ്പരത്തിപ്പൂവ്, തെറ്റിപ്പൂവ്, അങ്ങനെ മനോഹരമായ പല പൂക്കളും ഉണ്ട്. പ്രകൃതി ഒരുക്കിയ ചെറിയ ചെറിയ കാഴ്ചകൾ മനസ്സിന് വലിയ സന്തോഷം നൽകുന്നതാണ്. അതുപോലെ തന്നെ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുടെ ശാന്തതയും ഗ്രാമത്തിന്റെ നന്മയും അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഇടം നമുക്കൊന്ന് കണ്ടാലോ? ഇത് ചെറിയൊരു കൈത്തോടാണ്. മഴയൊക്കെ പെയ്തത് കൊണ്ടാണ് ഇതിൽ വെള്ളമൊക്കെ കണ്ടു തുടങ്ങിയത്. വേനൽക്കാലം ആയപ്പോൾ വരണ്ട് കിടക്കുകയായിരുന്നു. ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ഈ വരമ്പിലൂടെ ഒന്ന് പോയി നോക്കാം. മഴയൊക്കെ പെയ്തത് കാരണം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. ചുറ്റിനും നോക്കുകയാണെങ്കിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളും ചെടികളും ഒരുപാടുണ്ട്. അപ്പോൾ ചുറ്റിനുമുള്ള കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാ നോക്കിക്കേ, പഴയകാല ഓർമ്മകളിലും നാട്ടുവഴികളിലും ഓണപ്പൂക്കളങ്ങളിലും തുമ്പപ്പൂവിനും ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. ചെറിയതാണെങ്കിലും പ്രകൃതിയുടെ വലിയൊരു ഭംഗിയാണ് ഈ പൂവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലേ? ഈ വലിയ മരങ്ങളും തണലും ഇലകളിലൂടെ വീശുന്ന കാറ്റും ചുറ്റുമുള്ള പച്ചപ്പും ഒരു പ്രത്യേക ഫ്രഷ്നെസ്സാണ് നൽകുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാണ്. ഇവിടെയുള്ള ചെറിയ തോടുകളും ജലാശയങ്ങളും ഗ്രാമത്തിൻ്റെ ജീവൻ്റെ ഭാഗമാണ്. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദവും ചുറ്റുമുള്ള പച്ചപ്പും ചേർന്നപ്പോൾ ഈ കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ശാന്തത ലഭിക്കും. ആലപ്പുഴ ജില്ലയുടെ ഗ്രാമീണ ഭംഗി നിറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നാണ് കുടശനാട്. പച്ചപ്പും കൃഷിയിടങ്ങളും നാട്ടുകാരുടെ സ്നേഹവും ചേർന്ന ഈ നാടിന് ഒരു പ്രത്യേക മനോഹാരിത നൽകുന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ കാഴ്ചകളിലും വലിയ സന്തോഷങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. കുടശനാടിൻ്റെ ഈ പ്രകൃതി ഭംഗി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു മനോഹരമായ നാട്ടിൻപുറ കാഴ്ചയുമായി നമുക്ക് കാണാം.